ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സേഫ് ഫുഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്, അതുപോലെ തന്നെ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് അഡൽറ്ററേഷനാണ്. മായം ചേർക്കലാണ് അഡൽറ്ററേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പത്രത്തിൽ നിന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. The Department of Food Safety seized 3,500 kilograms of adulterated jaggery from different parts of the state. അതായത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായിട്ട് 3,500 കിലോഗ്രാം മായം കലർന്ന ശർക്കര ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടികൂടിയെന്ന്. Jaggery mixed with rhodomin B, a synthetic dye that imparts color to fabrics, was seized by the department. തുണികൾക്ക് നിറം നൽകുന്ന സിന്തറ്റിക് ഡൈ ആയ റൊഡോമിൻ ബി കലർത്തിയ ശർക്കരയാണ് ഇത്തരത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടിച്ചെടുത്തത്. ദ പ്രസൻസ് ഓഫ് ഈവൻ എ മൈന്യൂട്ട് എമൗണ്ട് ഓഫ് റൊഡോമിൻ ബി ഇൻ ദ ബോഡി ക്യാൻ കോസ് ഫേറ്റൽ ഡിസീസസ് ലൈക്ക് ക്യാൻസർ. റൊഡോമിൻ ബി ചെറിയ അളവിൽ പോലും ശരീരത്തിനുള്ളിലെത്തിയാൽ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾക്ക് കാരണമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ വാങ്ങുന്ന എല്ലാ സാധനങ്ങളിലും മായം കലർത്തിയിട്ടുണ്ട് അല്ലേ? ഇവിടെ പറഞ്ഞേക്കണ ഈ ന്യൂസിൽ ശർക്കരയിലാണ് മായം കലർത്തിയേക്കുന്നത്. തുണികൾക്ക് നിറം നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിന്തറ്റിക് ഡൈ ആയിട്ടുള്ള റൊഡോമിൻ ബി എന്ന് പറയുന്ന ഒരു ഡൈ ആണ് ശർക്കരയിൽ കലർത്തിയിരിക്കുന്നത് അല്ലേ? ഇനി ഇവിടെ താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, വൈ ഈസ് റൊഡോമിൻ ബി ആഡഡ് ടു ജാഗറി? അതായത് ശർക്കരയിൽ ഈ റൊഡോമിൻ ബി കലർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ആഡ് ചെയ്തിരിക്കുന്നത് എന്തിനായിരിക്കും? അതിൻ്റെ കളർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? റൊഡോമിൻ ബി ആഡഡ് ടു ജാഗറി ടു ഇംപ്രൂവ് ഇറ്റ്സ് കളർ. വാട്ട് ഈസ് ദ ഹാം ഇൻ ആഡിങ് റൊഡോമിൻ ബി? ശർക്കരയിൽ ഈ റൊഡോമിൻ ബി ചേർക്കുന്നത് കൊണ്ടുള്ള ദോഷം എന്താണെന്ന്. ദ പ്രസൻസ് ഓഫ് ഈവൻ എ മൈന്യൂട്ട് എമൗണ്ട് ഓഫ് റൊഡോമിൻ ബി ഇൻ ദ ബോഡി ക്യാൻ കോസ് ഫേറ്റൽ ഡിസീസസ് ലൈക്ക് ക്യാൻസർ. ഇറ്റ് ക്യാൻ ഓൾസോ കോസ് ഡാമേജ് ടു ദ ബ്രെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൊഡോമിൻ ബി ചെറിയ അളവിൽ പോലും ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നു. അതുപോലെ തന്നെ ബ്രെയിന് ഇത് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. You may have noticed similar kind of adulteration in various food items. In food items like chili powder, turmeric powder and tea dust, substances that resemble them are added as adulterants. ഇവിടെ പറഞ്ഞിട്ടുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേയില ഇവയിലൊക്കെ അവയുമായിട്ട് സാമ്യമുള്ള വസ്തുക്കളാണ് മായമായിട്ട് കലർത്തുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ പറഞ്ഞിട്ടുള്ള പോലെ എന്തെങ്കിലും വസ്തുക്കളിൽ മായം ചേർത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പേരൻസ് ഒക്കെ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഇന്ന ഇപ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ മായം ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മുളക് പൊടിയിൽ മായം ചേർത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇന്നിപ്പോൾ എല്ലാ വസ്തുക്കളിലും മായം ചേർക്കാറുണ്ട് അല്ലേ? അപ്പോൾ പരമാവധി നല്ല സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി അഡൽറ്ററേഷൻ എന്താണെന്ന് നിങ്ങളെടുത്ത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാം? അതാണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ പറയാൻ പോകുന്നത്. അഡീഷൻ ഓഫ് സിമിലർ ചീപ്പ് ആൻഡ് പുവർ ക്വാളിറ്റി സബ്സ്റ്റൻസസ് ടു ഫുഡ് ഐറ്റംസ് ഈസ് കോൾഡ് അഡൽറ്ററേഷൻ. ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരം കുറഞ്ഞതുമായ വസ്തുക്കൾ കലർത്തുന്നതാണ് അഡൽറ്ററേഷൻ എന്ന് പറയുന്നത്. സെല്ലിംഗ് ഫുഡ് ഐറ്റംസ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ഇറ്റ്സ് ക്വാളിറ്റി കമ്പോണൻസ് ആൻഡ് അൺഓതറൈസ്ഡ് അഡീഷൻ ഓഫ് കളേഴ്സ് ടു ഫുഡ് ഐറ്റംസ് to give the appearance of quality can also be branded as adulteration. ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ഗുണമേന്മയുള്ള സാധനങ്ങൾ നീക്കം ചെയ്തതിന് ശേഷം വിൽക്കുന്നതും അതേപോലെ തന്നെ ഗുണനിലവാരം ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ഫുഡ് ഐറ്റംസിലും ചേർക്കാവുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റി ഉണ്ട്. അതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി ചേർത്തിട്ട് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്വീറ്റ്സിലൊക്കെ കൂടുതൽ കളറുകൾ ആഡ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് മായം ചേർക്കൽ തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Many of the food items you consume may be adulterated. Hence, while selecting food items, maximum quality should be ensured. How can we detect food adulteration? ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന പല ഭക്ഷ്യവസ്തുക്കളും മായം ചേർക്കപ്പെട്ടിട്ടുണ്ടാവുന്നു. അതിനാൽ ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ പരമാവധി ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഭക്ഷ്യവസ്തുക്കളിലെ മായം ചേർക്കൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഇനി അതാണ് നോക്കാൻ പോകുന്നത്.
അഡൽറ്ററേഷൻ ഇൻ ഹണി, തേനിലെ മായം. ഇനി അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ കുറച്ച് ഗ്ലാസ്സുകളിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് തേനിൽ ചേർക്കാൻ സാധ്യതയുള്ള വസ്തു ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് തന്നിരിക്കുന്നത് വാട്ടറാണ്. വാട്ടർ എന്തായാലും തേനിൽ ചേർക്കാൻ സാധ്യതയില്ല അല്ലേ. രണ്ടാമത്തത് ജാഗറി സൊല്യൂഷനാണ്, അതായത് ശർക്കരയുടെ ലായനിയാണ് തന്നിരിക്കുന്നത്, അതിനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഇനിയോ അടുത്തത് ഷുഗറിൻ്റെ സൊല്യൂഷനാണ്, പഞ്ചസാരയുടെ സൊല്യൂഷനാണ്, അതും തേനിൽ ചേർക്കാൻ സാധ്യതയുണ്ട്. നാലാമത്തെ ക്ലാസ്സിൽ തന്നിരിക്കുന്നതാണ് റൈസ് സൂപ്പ്, അതായത് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം എന്തായാലും ചേർക്കാൻ സാധ്യതയില്ല അല്ലേ. പ്യുവർ ഹണി ഈസ് വെരി എക്സ്പെൻസീവ്, അതായത് ശുദ്ധമായ തേൻ എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ളതാണ്. യൂഷ്വലി സുഗർ സൊല്യൂഷൻ ഓർ ജാഗറി സൊല്യൂഷൻ ഈസ് മിക്സ്ഡ് വിത്ത് ഹണി, സാധാരണയായിട്ട് പഞ്ചസാരയുടെയോ അല്ലെങ്കിൽ ശർക്കരയുടെയോ സൊല്യൂഷനാണ് തേനിൽ ചേർക്കാറുള്ളത്. ഡിപ്പ് എ കോട്ടൺ വിക്ക് ഇൻ ഹണി ആൻഡ് ലൈറ്റ് ഇറ്റ്. ഇനി ഒരു കോട്ടൻ്റെ തിരി, അതായത് നമ്മൾ വിളക്ക് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു തിരി എടുത്തിട്ട് തേനിൽ മുക്കിയിട്ട് കത്തിക്കാൻ. ഇഫ് ഇറ്റ് ബേൺസ് വെൽ ഹണി ഈസ് നോട്ട് അഡൽറ്ററേറ്റഡ്. ഇനി അത് നന്നായി കത്തുന്നുണ്ടെങ്കിൽ അതിൽ മായം ചേർന്നിട്ടില്ല എന്ന്, അതായത് ശുദ്ധമായിട്ടുള്ള തേനാണെന്ന് നമുക്കതിന് മനസ്സിലാക്കാം. ഇഫ് ദ ലൈറ്റൻഡ് വിക്ക് ബേൺസ് വിത്ത് എ ക്രാക്കിംഗ് സൗണ്ട് ദ ഹണി ഈസ് അഡൽറ്ററേറ്റഡ്. ഇനി നേരെ മറിച്ച് ആ തിരി കത്തിക്കുന്ന സമയത്ത് ഇതുപോലെ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവാന്നുണ്ടെങ്കിൽ ആ തേനിൽ മായം കലർന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദിസ് സൗണ്ട് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വാട്ടർ ഇൻ ദ ഷുഗർ ഓർ ജാഗറി സൊല്യൂഷൻ ആഡഡ് ടു ദ ഹണി. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം തേനിൽ ചേർത്ത പഞ്ചസാര ശർക്കര സൊല്യൂഷനിൽ ജലാംശം ഉണ്ട്. ആ ജലാംശം ഉള്ളത് കൊണ്ടാണ് തിരി കത്തുമ്പോൾ ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാവുന്നത്. വെൻ പ്യുവർ ഹണി ഈസ് പോർഡ് ഇൻ ടു വാട്ടർ ഇറ്റ് സെറ്റിൽസ് ഡൗൺ. ഇനി ശുദ്ധമായ തേൻ വെള്ളത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ താഴേക്ക് പോകും. ഇഫ് ദ ഹണി ഈസ് അഡൽറ്ററേറ്റഡ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ഡിസോൾവ്സ് ഇൻ വാട്ടർ. ഇനി മായം ചേർത്ത തേനാണെന്നുണ്ടെങ്കിലോ അത് വെള്ളത്തിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളവുമായിട്ട് അത് ലയിച്ച് ചേരും. അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ കൂടെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള തേൻ ശുദ്ധമായതാണോ അല്ലയോ എന്ന് കണ്ടെത്താം. അപ്പോൾ നിങ്ങളടുത്ത് അതൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ. ചിത്രത്തിൽ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളും അവയിൽ ചേർന്നിട്ടുള്ള മായവും കണ്ടെത്തുന്നതിനുള്ള മാർഗ്ഗങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ടർമറിക്, മഞ്ഞൾ. ടേക്ക് എ വാട്ടർ ഇൻ എ ഗ്ലാസ് ടംബ്ലർ ആൻഡ് സ്പ്രിങ്കിൾസ് എ പിഞ്ച് ഓഫ് ടർമറിക് പൗഡർ ഇൻ ടു ഇറ്റ്. ഒരു ഗ്ലാസ് ടംബ്ലറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുക. കളർ വിൽ സ്പ്രെഡ് ടു ദ ബോട്ടം ഇഫ് ഇറ്റ് ഈസ് അഡൽറ്ററേറ്റഡ് വിത്ത് സിന്തറ്റിക് ഡൈ. ഇനി കൃത്രിമമായിട്ടുള്ള നിറം അതിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നിറം താഴേക്ക് സ്പ്രെഡ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, അതായത് ഇങ്ങനെ പടരും, ആകെ കൂടെ വെള്ളത്തിലേക്ക് അങ്ങോട്ട് പടരും. ഇഫ് നോട്ട് അഡൽറ്ററേറ്റഡ് ടർമറിക് പൗഡർ വിൽ സെറ്റിൽ ഡൗൺ അറ്റ് ദ ബോട്ടം വിത്തൗട്ട് ദ കളർ സ്പ്രെഡിങ്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയിൽ മായം ചേർത്തിട്ടില്ല എങ്കിൽ അതിൻ്റെ കളറൊന്നും ഇളകാണ്ട് അത് താഴേക്ക് അടിഞ്ഞുകൂടാണ് ചെയ്യുന്നത്. അടുത്തതാണ് കോക്കനട്ട് ഓയിൽ. ഫിൽ ഹാഫ് ഓഫ് എ ഗ്ലാസ് ടംബ്ലർ വിത്ത് കോക്കനട്ട് ഓയിൽ. കീപ് ഇറ്റ് ഇൻ ദ ഫ്രീസർ ഫോർ 30 minutes ആൻഡ് ഒബ്സർവ് ഇറ്റ്. കുറച്ച് വെളിച്ചെണ്ണ, അതായത് ഒരു അര ഗ്ലാസ് വെളിച്ചെണ്ണ ഒരു 30 മിനിറ്റ് നേരം ഫ്രീസറിൽ വെച്ച ശേഷം ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ കോക്കനട്ട് ഓയിൽ ഈസ് പ്യുവർ ഇറ്റ് വുഡ് ഹാവ് ഫ്രോസൺ കംപ്ലീറ്റ്ലി. ഇനി അത് പ്യുവർ ആയിട്ടുള്ള, അതായത് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 30 മിനിറ്റ് നേരം കൊണ്ട് അത് ആകെ കൂടെ കട്ടായിട്ടിരിക്കുന്നുണ്ടാവും. If any other oil had been added to coconut oil, the adulterant oil will float above the coconut oil in the liquid state itself. ഇനി മറ്റേതെങ്കിലും എണ്ണകൾ ഈ വെളിച്ചെണ്ണയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ മുകളിൽ അത് ലിക്വിഡിൻ്റെ ഫോമിൽ, ഒരു ലിക്വിഡ് സ്റ്റേറ്റിൽ അത് പൊങ്ങി നിൽക്കായിരിക്കും ചെയ്യാം. ഇനി അടുത്തതാണ് അസഫെറ്റിഡ, അതായത് കായം. ടേക്ക് എ പീസ് ഓഫ് അസഫെറ്റിഡ ഇൻ എ സ്പൂൺ ആൻഡ് ബേൺ ഇറ്റ്. ഒരു കഷ്ണം കായം സ്പൂണിലെടുത്തിട്ട് കത്തിച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ഇറ്റ് ഡസ് നോട്ട് ബേൺ ലൈക്ക് എ കാംഫർ ഇറ്റ് മേ ബി അസ്യൂംഡ് ദാറ്റ് ഇറ്റ് ഈസ് അഡൽറ്ററേറ്റഡ്. ആ കായം കർപ്പൂരം കത്തുന്നത് പോലെ നന്നായിട്ട് കത്തുന്നില്ലെങ്കിൽ അതിൽ മായം കലർന്നിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം. കാംഫർ എന്ന് പറയുന്നത് കർപ്പൂരമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന 3 സാധനങ്ങളാണ് ഇവിടെ ടെസ്റ്റ് ചെയ്തത് അല്ലേ. ഒന്ന് മഞ്ഞൾപ്പൊടി, ശുദ്ധമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കലർത്താന്നുണ്ടെങ്കിൽ അത് ഏറ്റവും താഴെ ചെന്ന് കിടക്കും അല്ലേ, കളറൊന്നും മിക്സ് ആവുന്നില്ല. ഇനി കോക്കനട്ട് ഓയിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് ഫ്രീസറിൽ വെക്കാന്നുണ്ടെങ്കിൽ അത് കട്ടയായിട്ട് വരും അല്ലേ, ശുദ്ധമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ. അടുത്തത് കായമാണ്. കായം നന്നായിട്ട് കത്താണെന്നുണ്ടെങ്കിൽ അതിൽ മായമൊന്നും കലർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ബേസ്ഡ് ഓൺ ദ ഡിസ്ക്രിപ്ഷൻസ് ഗിവൺ എബോവ്, carry out the following activities
To find out the adulteration in food items like turmeric powder, coconut oil and asafoetida available at your home, tabulate your observations and inferences. മുകളിൽ നൽകിയിട്ടുള്ള വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി, കായം, വെളിച്ചെണ്ണ എന്നിവയിൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ തന്നിരിക്കുന്ന ടേബിളിൽ രേഖപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. ആക്ടിവിറ്റി 1 തന്നിട്ടുണ്ട്. ടേക്ക് സം വാട്ടർ ഇൻ എ ഗ്ലാസ് ടംബ്ലർ ആൻഡ് സ്പ്രിങ്കിൾ എ പിഞ്ച് ഓഫ് ടർമറിക് പൗഡർ ഇൻ ടു ഇറ്റ്. ഇതിൽ ഒബ്സർവേഷനിൽ എന്ത് എഴുതാം നമുക്ക്? കളർ സ്പ്രെഡ് ത്രൂ ഔട്ട് ദ വാട്ടർ ടു ദ ബോട്ടം ഓഫ് ദ ഗ്ലാസ്. ഇൻഫറൻസിൽ എഴുതാം അഡൽറ്ററേറ്റഡ്. മഞ്ഞൾപ്പൊടിയിൽ മായം കലർന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളം മുഴുവനും ആ ഒരു കളറ് വ്യാപിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തെഴുതാം? അഡൽറ്ററേറ്റഡ്, മായം കലർന്നിട്ടുണ്ടെന്ന് എഴുതാം അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി, ടേക്ക് എ പീസ് ഓഫ് അസഫറ്റിഡ ഇൻ സ്പൂൺ ആൻഡ് ബേൺ ഇറ്റ്. ഇതിൻ്റെ ഒബ്സർവേഷൻ എന്ത് വരും? അസഫറ്റിഡ ബേൺഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് സ്മോക്ക്. ഇൻഫറൻസിൽ എഴുതാം നോട്ട് അഡൽറ്ററേറ്റഡ്. നിരീക്ഷണത്തിൽ നമുക്ക് പറയാം കായം നല്ലതുപോലെ കത്തുന്നു എന്ന് പറയാം അല്ലേ. അപ്പോൾ അതിൽ മായൊന്നും കലർന്നിട്ടില്ല. കീപ് എ ഗ്ലാസ് ടംബ്ലർ ഹാഫ് ഫിൽഡ് വിത്ത് കോക്കനട്ട് ഓയിൽ ഇൻ ദ ഫ്രീസർ ഫോർ 30 മിനിറ്റ്സ്. നെക്സ്റ്റ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. അത് 30 മിനിറ്റ് ഫ്രീസറിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒബ്സർവേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്തെഴുതാം? ഓയിൽ ഫ്രോസൺ കംപ്ലീറ്റ്ലി. 30 മിനിറ്റിന് ശേഷം വെളിച്ചെണ്ണ കട്ടയായിട്ട് മാറുന്നു. ഇനി ഇൻഫറൻസിൽ നമുക്ക് എഴുതാം നോട്ട് അഡൽറ്ററേറ്റഡ്. താഴെ കൊടുത്തിരിക്കുന്നത് ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ പറഞ്ഞിട്ടുള്ളത് മായം ചേർക്കൽ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ തിന്മയാണ് എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് നോട്ടീസോ പോസ്റ്ററോ തയ്യാറാക്കാൻ. അതിലേക്ക് വേണ്ട വേർഡ്സ് ഞാൻ തരാം, പോസ്റ്റർ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അഡൽറ്ററേഷൻ ഈസ് എ സോഷ്യൽ ഈവിൾ. അഡൽറ്ററേഷൻ എ പോയ്സൺ ഇൻ യുവർ ഫുഡ്. ഇനി നിങ്ങൾക്കറിയാവുന്ന പോയിന്റുകളൊക്കെ എഴുതി ചേർത്തിട്ട് പോസ്റ്ററൊക്കെ ഉണ്ടാക്കാം കേട്ടോ. നെക്സ്റ്റ്, സേഫ് സ്റ്റോറേജ് ഓഫ് ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസിൻ്റെ സുരക്ഷിതമായ സൂക്ഷിപ്പ്. വി ഹാവ് ബീൻ ഡിസ്കസിങ് ദ മെഷേഴ്സ് ടു ബി ടേക്കൺ ടു എൻഷുർ സേഫ്റ്റി ഓഫ് ഫുഡ് ഐറ്റംസ് വൈൽ സെലക്ടിങ് ദം. സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതെന്ന്. ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഈസ് ദ പ്രിസർവേഷൻ ഓഫ് ഫുഡ് ഐറ്റം. വൈ ഈസ് ദ പ്രിസർവേഷൻ എസെൻഷ്യൽ? ഡിസ്കസ് ദ പോയിന്റ്സ് ഗിവൺ ബിലോ. ഭക്ഷ്യവിഭവങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുക എന്നതും എന്തുകൊണ്ടാണ് സൂക്ഷിച്ചു വയ്ക്കൽ ആവശ്യമായി വരുന്നതും എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. അത് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 2-3 പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്, നമുക്കതൊന്നും നോക്കാം. Many food items are produced at various places in different seasons. Are they all consumed in the respective seasons themselves? അതായത് പല ഭക്ഷ്യവസ്തുക്കളും ഓരോ സ്ഥലങ്ങളിൽ വ്യത്യസ്ത സീസണുകളിലാണ് ഉണ്ടാകുന്നത് അല്ലേ. ഇവയെല്ലാം അതത് സമയങ്ങളിൽ ഉപയോഗിച്ച് തീരുന്നുണ്ടോയെന്ന്? ഉപയോഗിച്ച് തീരുന്നില്ലല്ലോ. ചില സമയത്ത് കുറേ ചക്കയും മാങ്ങയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ആ സീസണിൽ തന്നെ ഉപയോഗിച്ച് തീരുന്നൊന്നുമില്ല. അടുത്തത് പറഞ്ഞതോ, ആർ ദ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആൻഡ് അതർ ഫുഡ് ഐറ്റംസ് ഫുള്ളി കൺസ്യൂംഡ് അറ്റ് ഹോം ഓൺ ദ സെയിം ഡേ ഓഫ് പർച്ചേസ് ഇറ്റ് സെൽഫ്. വീട്ടിൽ വാങ്ങുന്ന പഴങ്ങളും പച്ചക്കറികളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും അതേ ദിവസം തന്നെ ഉപയോഗിച്ച് തീരുന്നുണ്ടോയെന്ന്? ഇല്ല അല്ലേ. ഇപ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിലോ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. അടുത്ത പോയിന്റ്, ഡു യു ഹാവ് ലെഫ്റ്റ് ഓവേഴ്സ് ഓഫ് കുക്ക്ഡ് ഫുഡ്? പാകം ചെയ്ത ഭക്ഷണം ബാക്കി വരുന്നുണ്ടോയെന്ന്? ഉണ്ടല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കേണ്ട ഒരു ആവശ്യം വരുന്നത്. വാട്ട് വിൽ ഹാപ്പൺ ഇഫ് ദ ഫുഡ് ഐറ്റംസ് ആർ നോട്ട് പ്രോപ്പർലി പ്രിസേർവ്ഡ്? ഭക്ഷ്യവസ്തുക്കൾ ശരിയായ വിധത്തിൽ സൂക്ഷിച്ചു വച്ചില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഫുഡ് ഐറ്റംസ് വിൽ ഗെറ്റ് സ്പോയിൽഡ് അല്ലേ. ഫുഡ് ഐറ്റംസ് ഒക്കെ നശിച്ചു പോകും അല്ലേ. ഇവിടെ കൊടുത്തിരിക്കുന്നു, അറ്റ് ഹോം റൈസ് സ്റ്റോർഡ് ഇൻ എ കണ്ടെയ്നർ റിമൈൻസ് അൺസ്പോയിൽഡ് ഫോർ എ ലോങ് ടൈം. അതായത് വീട്ടിൽ പാത്രങ്ങളിൽ സൂക്ഷിക്കുന്ന അരി കുറേ കാലം കേടുവരാതിരിക്കാറുണ്ട് എന്ന്. ബട്ട് കുക്ക്ഡ് റൈസ് ഗെറ്റ്സ് സ്പോയിൽഡ് ആഫ്റ്റർ എ ഡേ. ഈസ് ഇറ്റ് സ്പോയിൽഡ് ഡ്യൂ ടു കുക്കിംഗ്? അപ്പോൾ ചോറ് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ കേടുവരുന്നു എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വേവിച്ചത് കൊണ്ടാണോ ഈ ചോറ് കേടുവരുന്നത് എന്ന്? ഇത് കേട്ടപ്പോൾ ഇങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടോ? വേവിച്ചത് കൊണ്ടായിരിക്കുമോ ചോറ് കേടുവന്ന് പോകുന്നത്? നമുക്ക് അടുത്ത പാരഗ്രാഫ് ഒന്ന് നോക്കാം. സ്പോയിലേജ് ഓഫ് ഫുഡ് ഐറ്റംസ് ഈസ് മെയിൻലി ഡ്യൂ ടു ദ ഡീകോമ്പോസിഷൻ ആക്ഷൻ ബൈ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ ആൻഡ് ഫംഗസ്.
ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ നടത്തുന്ന ഡീകോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അഴുകൽ അല്ലെങ്കിൽ വിഘടിക്കൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ അഴുകൽ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് പ്രധാനമായിട്ടും ഭക്ഷ്യവസ്തുക്കൾ കേടുവരുന്നത്. മൈക്രോ ഓർഗാനിസംസ് ബിക്കം ഇനാക്റ്റീവ് അറ്റ് വെരി ഹൈ ആൻഡ് വെരി ലോ ടെമ്പറേച്ചർ. മോറോവർ, മൈക്രോ ഓർഗാനിസംസ് കാനോട്ട് ബി ആക്റ്റീവ് ഇൻ ദ ആബ്സെൻസ് ഓഫ് മോയ്സ്ചർ. ഉയർന്ന ടെമ്പറേച്ചറിലും അതേപോലെ തന്നെ താഴ്ന്ന ടെമ്പറേച്ചറിലും ഈ മൈക്രോ ഓർഗാനിസംസ് പ്രവർത്തിക്കില്ല. കൂടാതെ ഈർപ്പം തീരെയില്ലാത്ത സിറ്റുവേഷനിൽ ഈ മൈക്രോ ഓർഗാനിസംസിന് പ്രവർത്തിക്കാനും കഴിയില്ല. അപ്പോൾ രണ്ട് സിറ്റുവേഷനോടെ പറഞ്ഞിരിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ. പിന്നെ പറയുന്നത് ഈർപ്പം ഒട്ടുമില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഈ മൈക്രോ ഓർഗാനിസത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയില്ല എന്നാണ് പറയുന്നത്. They cannot act on food items which are packed airtight. വായു കടക്കാത്ത വിധം പാക്ക് ചെയ്ത ആഹാരപദാർത്ഥങ്ങളിലും ഇതുപോലുള്ള മൈക്രോ ഓർഗാനിസത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നമ്മളെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ റൈസ് സ്റ്റോർഡ് ഇൻ എ ജാർ നോട്ട് ഗെറ്റിംഗ് സ്പോയിൽഡ് ഫോർ എ ലോങ് ടൈം ആൻഡ് കുക്ക്ഡ് റൈസ് ഗെറ്റിംഗ് സ്പോയിൽഡ് ആഫ്റ്റർ എ ഡേ? ഡിസ്കസ്. അതായത് പാത്രത്തിൽ സൂക്ഷിക്കുന്ന അരി ദീർഘനാൾ കേടുവരാതിരിക്കാനും ചോറ് ഒരു ദിവസം കഴിയുമ്പോൾ കേടുവരാനുമുള്ള കാരണം എന്തായിരിക്കും? Spoilage of food items is mainly due to the decomposition action by microorganisms like bacteria and fungus. Microorganisms become inactive at a very high and very low temperature. Moreover, microorganisms cannot be active in the absence of moisture. They cannot act on food items which are packed airtight. So, cooked food may have the presence of moisture, so it will get spoiled fast due to the action of microorganisms. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ആൻസർ തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. പിന്നെ ഇതിലേക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ ചോറ് ചീത്തയാവുന്നതിനുള്ള കാരണം എന്താണെന്ന്. അതായത് ചോറിൽ ഈർപ്പുണ്ടാവും, മോയ്സ്ചർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഈർപ്പത്തിൽ ബാക്ടീരിയകൾ പെട്ടെന്ന് വളരും. അപ്പോൾ അവരുടെ ആ ഒരു ഡീകോമ്പോസിഷൻ പ്രവർത്തനം കൊണ്ടാണ് ചോറ് പെട്ടെന്ന് ചീത്തയായിട്ട് പോകുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. അതായത് ടേക്ക് ഔട്ട് എ സ്ലൈസ് ബ്രെഡ് ഫ്രം എ പാക്കറ്റ്. അതായത് ഒരു ബ്രെഡ് പാക്കറ്റിൽ നിന്നും ഒരു കഷ്ണം ബ്രെഡ് എടുത്ത് പുറത്ത് വയ്ക്കുക. സ്പ്രിങ്കിൾസ് 1 or 2 drops ഓഫ് വാട്ടർ ഓവർ ദ ബ്രെഡ്. 1-2 തുള്ളി വെള്ളം അതിൽ ഒഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ബ്രെഡ് ആഫ്റ്റർ 3 days യൂസിങ് എ ഹാൻഡ് ലെൻസ് ഓർ മൈക്രോസ്കോപ്പ്. വാട്ട് ഡു യു സീ ഓൺ ദ ബ്രെഡ്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഇതിന് ശേഷം 2-3 ദിവസങ്ങൾക്ക് ശേഷം ഒരു മൈക്രോസ്കോപ്പോ ലെൻസോ ഉപയോഗിച്ചിട്ട് ആ ഒരു ബ്രെഡിനെ നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും കാണാൻ സാധിക്കുന്നത്? അതിനുള്ള കാരണവും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രെഡിലേക്ക് നമ്മൾ വെള്ളം തളിച്ചില്ലെങ്കിലും 1-2 ദിവസം ആ ബ്രെഡ് പുറത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് പൂപ്പൽ വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്തായിരിക്കും എഴുതാം? ആഫ്റ്റർ 3 days വി ക്യാൻ ഒബ്സർവ് സം മോൾഡ് ഗ്രോത്ത് ഓൺ ദ ബ്രെഡ്. അതായത് പൂപ്പലിൻ്റെ വളർച്ച നമുക്കതിൽ കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫംഗസ് ദാറ്റ് ഗ്രോത്ത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ. അതായത് ഈർപ്പത്തിൻ്റെ ആ ഒരു പ്രസൻസിലാണ് ഈ ഒരു ഫംഗസിൻ്റെ വളർച്ച ഉണ്ടാകുന്നത്. സെക്കൻഡ് പാർട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.